നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം, ദശാപഹാരം എന്നിവയെപ്പറ്റി അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് പരിഹാരങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് നമ്മുടെ നക്ഷത്രം മാത്രം അറിയുള്ളെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് പ്രാർത്ഥനകളും പരിഹാരങ്ങളും ചെയ്ത് നമുക്ക് ആയുരാരോഗ്യത്തോടെ ഐശ്വര്യത്തോടെയും ജീവിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവും, ദോഷങ്ങളൊക്കെ അകന്ന് നിൽക്കും. അതിനുവേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് അശ്വതി നക്ഷത്രക്കാരുടെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തേണ്ട 3 ദേവതമാരെ പറ്റി. ആദ്യം വേണ്ടത് ഗണപതി ഭഗവാനെ നിത്യം ഭജിക്കുക. ഭഗവാന്റെ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ വക്രതുണ്ട മഹാകായം തുടങ്ങുന്ന സ്തോത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ കീർത്തനങ്ങളോ സ്ഥിരം ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ സ്തോത്രങ്ങൾ ഏതെങ്കിലും ഗണേശ അഷ്ടകമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്തോത്രം നിത്യം ചൊല്ലി ഒരു വെള്ളിയാഴ്ച മുതലായി തുടങ്ങി പോവുക എന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ജന്മനക്ഷത്രത്തിൽ ദേവീ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയും ദേവീപ്രീതികരമായ, അതായത് ഒരു ദേവീക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൽ എന്താണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ വഴിപാട് മതി. ദേവീക്ഷേത്രത്തിലാകുമ്പോൾ എന്തെങ്കിലും അർച്ചനകളോ പൂക്കളോ അഭിഷേകമോ എന്ത് വന്നാലും മതി. അതുപോലെ വഴിപാടുകൾ നടത്തിപ്പോരുക. അതുപോലെ നിങ്ങൾ മാസത്തിലൊരു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ നക്ഷത്രം തോറും മുരുകക്ഷേത്രത്തിൽ മാസത്തിലൊരു മാസത്തിൽ മലയാള മാസത്തിൽ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചൊവ്വാഴ്ചകളിൽ വഴിപാടുകൾ നടത്തിപ്പോകും. അത് ഭസ്മാഭിഷേകമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പാലഭിഷേകമോ അല്ലെങ്കിൽ കവചസൂക്ത അർച്ചനയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വഴിപാട് നടത്താം. പഞ്ചാമൃതം, അങ്ങനെയുള്ള പല വഴിപാടുകളുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട് നടത്തിപ്പോരും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ദോഷങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി നിങ്ങൾക്കൊരു ഐശ്വര്യവും ആരോഗ്യവും സന്തോഷമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ അടുത്ത ചാനലിൽ പറയും. അപ്പോൾ ഈ കാണുന്നവരിൽ അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്നവരുടെ വേണ്ടപ്പെട്ടവരിൽ അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.